नमस्ते, मेरा नाम उषा। आज हम शुरू करें। बच्चों, पहले दिन साहिल और बेला दिली दोस्त का कहानी पढ़ता था। ये कहानीकार का नाम प्रभात है। प्रभात इस कहानी में प्रकृति और मनुष्य का प्यार कहता था। इस कहानी में मनुष्य में प्रकृति का प्यार स्पर्श देखा। इस कहानी का अंत में लाल बहुटी का लाल और बरसात का पानी, ये एक दोस्तों की आंख में आंसू के बारे में कहने का समय कहता है। രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലരി എന്ന പ്രദേശത്ത് നടക്കുന്ന കഥയാണ്. ഈ കഥാ പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിൽ പതിയണം. ഈ ചെറിയ പട്ടണ പ്രദേശത്ത് ഇടുങ്ങിയ തെരുവീതികളില് മാൽഗാഡിയം, അതായത് ചരക്ക് വണ്ടികൾ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിനിടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളും പോകും. ഇരുവശത്തായി ചെറിയ ചെറിയ കച്ചവടക്കാരെ കാണാൻ കഴിയും. അതിന്റെ ഇടയിലൂടെ പോകുന്ന കഴുതകള്, അതായത് ഈ പ്രദേശം ഒരു ഇരുണ്ട പോലാണ്. ഒരു സൂര്യൻ അസ്തമിക്കാനായി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണ്. അതിലൂടെ പോകുന്ന 5-6 കഴുതകളെ നമുക്ക് ഇതിൽ കഹാനികർ എടുത്തു കാണിക്കുന്നു. പിന്നെ മണിമുഴക്കിക്കൊണ്ട് പോകുന്ന ഫുലേരി എന്ന് പറഞ്ഞാല് സാധനങ്ങൾ വിൽക്കുന്ന, ഈ മിഠായിയൊക്കെ വിറ്റ് പോകാറില്ലേ, മിഠായിയൊക്കെ വിൽക്കുന്ന കച്ചവടക്കാര്, അവരാണ് ഫുലേരി. അത് വാങ്ങിക്കാൻ കുട്ടികള് പിറകെ പോകും. അവരുടെ ആ മണിയൊച്ച നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾക്ക് ഓർമ്മയില്ലേ, നമ്മൾക്കറിയാലോ, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഈ പുല്ലുമിഠായി വിൽക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ബാല്യകാലം ഓർമ്മ വരുന്നില്ലേ? ബാല്യകാലം എന്ന് പറഞ്ഞാൽ 5-നും 6-നും പഠിച്ച ആ കാലഘട്ടങ്ങൾ ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്റെ ബാല്യകാലത്ത് ഇങ്ങനെ ഐസ് വിൽക്കാൻ വേണ്ടിയിട്ട് സൈക്കിളില് ഐസ് കൊണ്ട് നടക്കും ആൾക്കാരെ കാണാറുണ്ട്. നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ഓടിപ്പോവും. എന്നിട്ട് കുറെ ഐസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും വേണ്ട ഐസ് ഇങ്ങനെ കയ്യിൽ വാങ്ങിക്കുമ്പോൾ ഓരോന്നോരോന്ന് താഴേക്ക് ഇങ്ങനെ വീഴും. അപ്പോ അത് ചിലതിന് അതിന് സ്റ്റിക്ക് ഉണ്ടാവില്ല, ചിലത് കയ്യിൽ വെക്കുമ്പോ കൈ ഇങ്ങനെ കോടിപ്പോവും. അപ്പൊ അങ്ങനെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഈ കുട്ടികൾ, ഇവിടെയില്ലേ കുറെ കുട്ടികള് ഈ മധുരമുള്ള മിഠായി വാങ്ങിക്കാൻ പോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യം കണക്ക് മാഷെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം, ആദത്ത് ഇതിൽ വളരെയധികം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അദ്ദേഹം ഇതിൽ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ്. കുട്ടികൾ ശരിയോ തെറ്റോ ചെയ്തത് എന്ന് ചിന്തിക്കാതെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ കണക്ക് മാഷിന്റെ ഒരു പ്രത്യേകതയാണ്. എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് ആർക്കും, കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും പാരന്റ്സിനായാലും ഫ്രണ്ട്സിനായാലും എല്ലാം അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെ, തെറ്റ് ചെയ്തത് ആരെങ്കിലും ആയിരിക്കും, ശിക്ഷ കിട്ടുന്നത് മറ്റാർക്കെങ്കിലും ആയിരിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് വരുന്ന വിഷമം എത്ര എന്ന് പറയുന്ന ആൾ മനസ്സിലാക്കില്ല പലപ്പോഴും. ഇവിടെയും സംഭവിച്ചതാണ്. ബേല തെറ്റ് ചെയ്യാതെ കണക്ക് സാർ ബേലെ അടിച്ചു. അടിക്കുക മാത്രമല്ല ചെയ്തത്, വളരെ ക്രൂരമായി പെരുമാറി. അവളുടെ മുടിയിൽ പിടിച്ച് ഇഴച്ച് അവളുടെ ബുക്ക് വലിച്ചെറിഞ്ഞ്. ഇവിടെ ആ അധ്യാപകനെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാര്യമാണ് അല്ലെ. ബേല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അധ്യാപകൻ സ്നേഹത്തോടെയെങ്കിലും പെരുമാറണം, തെറ്റ് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിലും. ഇവിടെ അത് സംഭവിച്ചില്ല. തെറ്റ് ചെയ്യാത്ത ബേലയ്ക്ക് അത് സാഹിലിന്റെ മുന്നിൽ വെച്ച് ആയതുകൊണ്ട് ഇവിടെ ബേല തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബേലയേക്കാൾ വേദനിച്ചത് സാഹിലാണ്. തെറ്റ് ചെയ്യാത്ത ബേലയ്ക്ക് പെട്ടെന്നുണ്ടായ ആ പെരുമാറ്റം അവളെ ആകെ പേടിപ്പിച്ചു. അവളുടെ കാലുകൾ വിറക്കുന്നത് പോലായി, ഇപ്പോ വീഴുമെന്ന രീതിയിലായി. അവൾ ഭയത്തോടുകൂടി സാഹിലിന്റെ മുഖത്തേക്ക് നോക്കി. സാഹിലിന് അത് അതിനേക്കാൾ പ്രയാസമുണ്ടാക്കി. ബേല വിഷമിച്ചതിനേക്കാൾ സാഹിൽ ഭയക്കുകയും വേദനിക്കുകയും ചെയ്തു. കുറച്ചു സമയത്തേക്ക് ആ 2 കുട്ടികളും ഭയന്ന് വിറച്ചു എന്ന് പറയുന്നതാണ് ശരി. മറ്റു കുട്ടികൾ കണ്ടതിലല്ല ബേലയ്ക്ക് തന്നെ ഏതൊരു കുട്ടിയെക്കാളും നല്ല കുട്ടിയായിട്ടാണ് സാഹിൽ കാണുന്നത്.
സാഹിലിന്റെ മുന്നിൽ വെച്ച് അത് സംഭവിച്ചത് ബേലയ്ക്ക് അതിയായ വിഷമം തോന്നി. അവളെ അടിച്ചതിനേക്കാൾ അവൾക്ക് വിഷമം തോന്നിയത് അത് സാഹിലിന്റെ മുന്നിൽ വെച്ച് ചെയ്യണ്ടായിരുന്നു എന്നതാണ്. ബേല സീറ്റിൽ ചെന്നിരുന്നു. അതിനുശേഷം സാഹിലിന്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. കാരണം അവൾക്ക് ലജ്ജ കൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടാവും അല്ലെ? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളെ മുന്നിൽ വെച്ച് നമ്മൾ അത് പറയുമ്പോൾ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് മനസ്സിലായെങ്കിലും പിന്നീട് അത് ഏറ്റു പറഞ്ഞെങ്കിലും നമ്മൾക്ക് നമ്മളെ മനസ്സിന് പോവില്ല അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിമിഷത്തേക്ക്, ആ നിമിഷം നമ്മളെ മറ്റുള്ളവർ തെറ്റുകാരായി കണ്ടു അല്ലെ? നമ്മൾ എത്ര നല്ലവരായാലും ഒരു നിമിഷം നമ്മൾ കുറ്റവാളിയായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിയും തെറ്റും അറിയാതെ ആരും ആരെയും ശിക്ഷിക്കരുത്. അതാണ് ഈ പാഠഭാഗത്തില് എടുത്തു പറയുന്ന മറ്റൊരു സ്വഭാവ സവിശേഷത. നമുക്ക് നോക്കാം. एक दिन सुरेंद्र जी मास्टर साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस व्यक्ति को पाकर वे उसके बाल पकड़कर फेंक वाले थे वह गलती थी ही नहीं. അതായത് गलती थी ही नहीं, അവൾ തെറ്റ് ചെയ്തിരുന്നില്ല. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरा को देखकर साहिल बुरी तरह डर गया था. उसके देखा कि बेला को पाव अभी भी कांप रहे थे. അതായത് അവളുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. മുഖം ആകെ ഭയഭീതി കൊണ്ട് ആ അടിച്ചത് മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാതെ, തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയഭീതിയും എല്ലാം ആ കുട്ടിയുടെ മുഖത്ത് കാണാമായിരുന്നു. തെറ്റ് ചെയ്യാതെ ഒരു കുട്ടിക്ക്, അങ്ങനെ തെറ്റ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അത്രയും വരില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിക്ക് ആ പെരുമാറ്റം അവളെ വളരെയധികം പേടിപ്പിച്ചു എന്ന് മാത്രമല്ല, അവളെ മാനസികമായും തളർത്തി. बेला के पाव अभी भी कांप रहे हैं जैसे वह घड़े घड़े अभी गिर जाएंगी. അവൾ ഇപ്പോ വീഴുമെന്ന് തോന്നി. ആ രീതിയിലായി. सुरेंद्र जी मास्टर साहब ने कांब को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് പോയിരിക്കും. തെറ്റ് ചെയ്തിട്ടില്ല, ബേല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം സ്നേഹത്തോടെ പെരുമാറിയില്ല ബേലയോട്. बेला का मन बहुत खराब हो गया. മനസ്സ് ഖരാബ്, വളരെയധികം വിഷമിച്ചു. മാസ്റ്റർ സാബ് चाहे मुझे पीड़ लेते मगर साहिब के सामने नहीं. പക്ഷേ അവളെ അടിച്ചോട്ടെ, അവൾക്ക് അടിച്ചതിലല്ല, പക്ഷേ സാഹിലിന്റെ മുന്നിൽ വെച്ച് അത് വേണ്ടായിരുന്നു എന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. और साहिल के सामने खुद को शर्मिंदा बहुत महसूस कर रही थी. അതായത് സാഹിലിന്റെ മുന്നിൽ വെച്ചായതുകൊണ്ട് അവൾക്ക് എന്താ പറയേണ്ടത്, എന്തോ ഒരു ഫീലിംഗ്, ഒരു ലജ്ജ എന്ന് മാത്രം അതിനെ പറഞ്ഞാൽ പോരാ. ഇനി എങ്ങനെയാ മറ്റുള്ള ആളുടെ സാഹിലിന്റെ മുഖത്ത് ഞാൻ നോക്കുക എന്ന ഒരു എന്തോ അങ്ങനെ ഒരു തോന്നൽ ബേലയുടെ മനസ്സിൽ ഉണ്ടായി. क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. കാരണം എന്താണെന്നറിയോ? എന്തെന്നാൽ വഹ് ജാൻതി തി, അവൾ എപ്പോഴും സാഹിലിന്റെ മുന്നിൽ നല്ല കുട്ടിയായിരുന്നു. വഹ് സാഹിൽ കി നസർ മേ, നസർ എന്ന ദൃഷ്ടിയിൽ, അവളുടെ കണ്ണിൽ വഹ് അച്ഛി ഹെ, അവൾ വളരെ നല്ല കുട്ടിയാണ്. ജബ് ഉസ്കെ പാസ് ആകർ ബൈഠ് ഉസ്സെ നസർ നഹി മില, അവൾ അടുത്ത് പോയിരുന്നു. സാഹിലിന്റെ അടുത്താണ് അവളുടെ സീറ്റ്. അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സാഹിലിന്റെ അടുത്താണ് സീറ്റ്. പക്ഷേ എന്നിട്ടും സാഹിലിന്റെ മുഖത്തേക്ക് നോക്കാനോ സാഹിലിനോട് സംസാരിക്കാനോ ഒന്നും ബേലയ്ക്ക് കഴിഞ്ഞില്ല. അത്രയ്ക്കും ഫീലിംഗ് ബേലയ്ക്ക്, അവൾ അത്രയും അഷേംഡായി. അതാണ് അവിടെ സംഭവിച്ചത്. ദീപാവലിക്ക് छुट्टियों के बाद जब स्कूल खुला, ദീപാവലി അവധിക്ക് സ്കൂൾ അടച്ചു. तो बेला के सिर पर सफेद पट्टी बांधी थी. അവളുടെ തലയില് തിരിച്ചു വരുമ്പോ, അതായത് ദീപാവലി അവധിക്ക് പോയി തിരിച്ചു വരുമ്പോ ബേലയുടെ ശിരസിൽ തലയില് ഒരു ബാൻഡേജ്, വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. കോയി ഉസേ ഹോയേ ഹോയേ സഫേദ് പട്ടി, അതായത് ഹോയേ ഹോയെന്ന് കളിയാക്കി. ഹേയ് എന്തെന്ത് സഫേദ് പട്ടി, അതായത് വെള്ള ബാൻഡേജുകാരി എന്ന് വിളിച്ചിട്ട് മറ്റു കുട്ടികൾ അവളെ കളിയാക്കി.
സുൽത്താന ഡാക്കു എന്ന് ചിലവർ വിളിച്ചു. കൊയ് ഉസേ ഹൊയെ ഹൊയെ സഫേദ് പട്ടി കഹ് രഹാ ഥാ, तो कोई സുൽത്താന ഡാക്കു, तो कोई कुछ और कहकर छिटा रहा था. ചിലവർ വിളിച്ചു ഹോയ് ഹോയെ, പിന്നെ വെള്ള ബാൻഡേജുകാരി, വെള്ള ബാൻഡേജ് വരുന്ന പറഞ്ഞു ചിലവര് പറഞ്ഞു സുൽത്താന ഡാക്കു എന്ന് പറഞ്ഞ കൊള്ളക്കാരി എന്നാണ്. സുൽത്താന ഡാക്കു എന്ന് പറഞ്ഞ കൊള്ളക്കാരാണ് സുൽത്താന ഡാക്കു എന്ന് വിളിച്ചിട്ട് കളിയാക്കി. മറ്റു ചിലര് മറ്റെന്തൊക്കെയോ വിളിച്ചു. അപ്പൊ പൊതുവെ അങ്ങനെയാണല്ലേ, കുട്ടികള് ചെറിയ എന്തെങ്കിലും കണ്ടാല് അത് കളിയാക്കി വിളിക്കും. നമ്മൾ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഇങ്ങനത്തെ അനുഭവങ്ങള്? ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലാത്തവര് ആരുമില്ല. എല്ലാവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് മറക്കാൻ കഴിയാത്ത നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ये क्या हो गया बोला, സാഹിൽ ने परेशान होते हुए पूछा. ഈ കുട്ടികളെല്ലാം ഓരോന്ന് വിളിച്ച് ബേലയെ കളിയാക്കുമ്പോഴും ആരോ ദൂരത്തുനിന്ന് ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ആരോ കാര്യമായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ്? ഏ ക്യാ ഹോ ഗയാ ബോല, എന്താണ് പോല ഇത്? നിന്റെ തലയിൽ എന്താണ്? ഞാൻ പോകുമ്പോ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, എന്ത് പറ്റി നിനക്ക്? ചത്ത് സെ ഘിർ ഗയി ബേല ने हांसते हुए कहा. അപ്പോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതിനിടയിൽ വേറെ ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വരം കേൾക്കാമായിരുന്നു. ഹേ ക്യാ ഹോ ഗയാ ബോല, എന്താണ് പറ്റിയത് ബോല, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. വളരെ വിഷമത്തോടു കൂടി സാഹിൽ ചോദിക്കുന്നു. ചത്ത് സെ ഘിർ ഗയി ബേല ने हांसते हुए कहा है, बहुत कुछ दिन हो गए, आज घेल घंटी में गांधी चौक में ലംഗടി ഠാങ് ഖേലേംഗെ. അതായത് ഒറ്റക്കാലിൽ ചാട്ടം. ഇൻ ബच्चों को अपने चारों और खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक മുസ്കുരാ നഹീം ഹോ. അപ്പൊ ഇവർക്ക് എന്താ തോന്നിയത്? സാഹിൽ പറഞ്ഞു ബേലയോട്, നീ കളിക്കാനൊന്നും പോണ്ട, നിന്റെ തലയില് മുറിവുണ്ട്, അത് വേദനിക്കും എന്ന് പറഞ്ഞപ്പോ ബേല പറഞ്ഞു, അയ്യോ വേണം നമുക്ക് കളിക്കണം, എനിക്ക് പ്രശ്നമൊന്നുമില്ല പറഞ്ഞിട്ട് കളിക്കാൻ പോയി. ഡ്രിൽ പീരീഡ് നമ്മൾ പല കളികളും കളിക്കും അല്ലെ? പല കളികളും കളിക്കാറില്ലേ? അങ്ങനെ അതിൽ ഒരു കളിയാണ് ഒറ്റക്കാലിൽ ചാട്ടം. ഒരു കാല് വെച്ച് ഒരു കാല് പൊക്കി ഒരു കാലിൽ ചാടുന്നത് നിങ്ങൾ കളിക്കാറില്ലേ? അങ്ങനെ സഫേദ് ബാൻഡേജ് ഇട്ട ബേല മറ്റു കുട്ടികളോടൊത്ത് കളിക്കുമ്പോൾ ആ വേദന മറന്ന്, അവളുടെ വേദന മറന്ന് അവൾ മറ്റു കുട്ടികളോടൊത്ത് കളിക്കുമ്പോൾ സാഹിലിന്റെയും ബേലയുടെയും മറ്റു കുട്ടികളോടൊപ്പം ചേർന്നുള്ള ആ കളി കണ്ടപ്പോൾ, ആ ഒറ്റക്കാലിൽ ചാട്ടം കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ സാധാരണയിലും കൂടുതലായി സന്തോഷിക്കുന്നുണ്ടോ എന്ന് കഹാനിക്കാരന് തോന്നി. രവിവാർ കാ ദിൻ താ. അടുത്ത ദിവസം ഒരു ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം സാഹില് വീട്ടിലിന് വേപ്പുമരത്തിൽ പിടിച്ച് ഊഞ്ഞാലാട് ശ്രമിച്ചു. അത് ഒരു സ്റ്റൂള് വെച്ചിട്ടായിരുന്നു വേപ്പുമരത്തിലേക്ക് കയറിയത്. സ്റ്റൂള് പൊട്ടിയപ്പോ അതിലെ ആണി അവന്റെ കാലിൽ തുളച്ചു കയറി. 1 ഇഞ്ച് ആഴത്തിൽ ഈ ആണി സാഹിലിന്റെ കാലിൽ കയറി. അവന് മുറിവുണ്ടായി. അവൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഇതേപോലുള്ള ഒരു ബാൻഡേജ് അവന്റെ കാലിലും വന്നു. ഡോക്ടർ പറഞ്ഞു മുറിവിന് ബാൻഡേജ് ഇടണമെന്ന്. അങ്ങനെ സാഹിലിന്റെ കാലിലും ബാൻഡേജ് ഇട്ടു. അതാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. रविवार का दिन था, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. वह एक स्टूल पर चढ़कर झूलता था. അത് പിടിച്ചിട്ട് അവൻ അതിൽ കയറിയിട്ട് വേപ്പുമരത്തിൽ പിടിച്ച് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. पिंडली പറഞ്ഞാൽ അത് ഈ മുട്ട് ഇല്ലേ നമ്മളെ കാലിന്റെ, ആ മുട്ടിന്റെ താഴെയുള്ള ഭാഗത്തിനെയാണ് പറയുന്നത്. एक इंच गहरा गड्ढा हो गया. അതായത് 1 ഇഞ്ച് ആഴത്തില് തുളച്ചു കയറി. उसे सरकारी अस्पताल में
पट्टी बांधने वाले के लिए ले जाएगा. ഇത് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി. उसने देखा कि 2 लोगों के छोड़कर आगे बेला गड़ी है. അവിടെയും എന്തുണ്ടായിരുന്നു? 2 ആളുകൾക്ക് മുന്നേ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണ്? ബേല ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. സിർ में पट्टी बांधने वाले आई है. അവളും ഹോസ്പിറ്റലിൽ അന്ന് ഉണ്ടായിരുന്നു. स्कूल आते जाते हुए और कक्षा में कई दोनों तक 2 ऐसे बच्चों दिखाई देते. അടുത്ത ദിവസം സ്കൂളിൽ ഒരു ബാൻഡേജുകാരില്ല, 2 പേരെ കാണാൻ അവിടെയുള്ളവർക്ക് കഴിഞ്ഞു. जिसमें से एक से सिर पर पट्टी बंधी होते और एक ही पिंडली में ഒരാളുടെ തലയിൽ മറ്റൊരാളുടെ കാലിന്, 2 ആൾക്കും സഫേദ് വെളുത്ത ബാൻഡേജ് ആയിരുന്നു. 2 ആളും ഒരേ സ്ഥലത്ത് അടുത്തടുത്ത് ഇരിക്കുന്നതും കാണാമായിരുന്നു. അതും അവരുടെ ഒരുമയും സ്നേഹത്തെയും കാണിക്കുന്നു. ഇല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എന്ത് വന്നാലും നമ്മൾ അവരുടെ കൂടെ പോകൂ, അവരുടെ അടുത്തേ ഇരിക്കൂ. അതൊക്കെ ഇവിടെ ആ കുട്ടികളുടെ സ്നേഹത്തെ ഒന്നുകൂടി കാണിക്കുന്നു. ഇത് 5वीं कक्षा का റിസൾട്ട് आ गया. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും 5वीं 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഇനിയാണ് 5ാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ. 6ാം ക്ലാസ്സിൽ അടുത്ത സ്കൂളിലേക്ക് മാറിച്ചേരും. നിങ്ങൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അടുത്ത് നിങ്ങളുടെ കൂട്ടുകാരെ പിരിയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഭാവനയിൽ ഒരു ചിത്രം പോലെ വരണം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ കൂട്ടുകാരൻ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഇങ്ങനെ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. 5वीं कक्षा का रिजल्ट आ गई. दोनों छठी में आ गई. एक स्कूल 5वीं तक ही था. ആ സ്കൂളില് 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ अब तुम कहाँ पढ़ोगे? സാഹിൽ, നീ എവിടെയാണ് പഠിക്കുന്നത്? റിസൾട്ട് വന്നു, 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഇനി അടുത്ത പ്രശ്നം എന്താ? ഏത് സ്കൂളിലാ പഠിക്കുന്നത് എന്നതാണ്. അതിനേക്കാൾ ഇവർക്ക് പ്രശ്നം എന്താ? അവിടെ 5ാം ക്ലാസ് വരെയുള്ളൂ. ഇവർ എന്തായാലും പിരിയേണ്ടി വരും. ഇനി അടുത്ത സ്കൂളിൽ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോവാമല്ലോ. അതാണ് അവരുടെ റിസൾട്ടിനേക്കാൾ അവർക്ക് പ്രശ്നം അവർ പിരിയുന്നതായിരിക്കാം. സാഹിൽ अब तुम कहाँ पढ़ोगे? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു, സാഹിൽ നീ എവിടെയാണ് ഇനി പഠിക്കുന്നത്? ഇവിടെ 5ാം ക്ലാസ് വരെയുള്ളൂ, നീ ഇനി ഏത് സ്കൂളിലാടാ പഠിക്കുന്നത്? അപ്പം അവൻ തിരിച്ചു, തും കഹാം പഠോങ്കെ ബേല, നീ എവിടെയാണ് പഠിക്കുന്നത്? മേരാ പാപ്പ കഹ് രഹേ थे कि तुम രാജകീയ കന്യാ പാഠശാല में പഠായെങ്കെ और तुम. എന്നെ ഒരു സർക്കാർ സ്കൂളിലാണ് എന്റെ അച്ഛൻ ചേർക്കുന്നതെന്ന് അന്നേ പറഞ്ഞിരുന്നു. നീയോ? മുച്ചേ. അവിടെയും ഒരു വേർപാടിന്റെ വേദന നമുക്ക് കാണാൻ കഴിയുന്നു. ആ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലെ നോവ്. നെഹിം തുമാര റിപ്പോർട്ട് കർത്തിക. അത് പറയുമ്പോൾ തന്നെ സാഹിൽ എന്തോ ഭയങ്കര വിഷമായി. അത് ഇനി നമ്മള് കാണൂല അല്ലേടാ, ഇനി നമ്മള് ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് പറയുമ്പോ സാഹിലത് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പൊ നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചേ. അത് ഒരു സംഭവം പറയുമ്പോ നമ്മള് ഇല്ലേ, നമ്മള് സാധാരണ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള സംഭവങ്ങൾ നമ്മളോട് പറയുമ്പോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ ആ സാരി ഇങ്ങോട്ടെടുത്തേ, ഇങ്ങോട്ടെ എന്ന് പറയും. എന്തിനാണ്? ആ സംഭവത്തിൽ നിന്ന് നമ്മളെ അത് മനസ്സ് മാറിപ്പോകുന്നില്ല എങ്കിലും മറ്റൊന്നിലേക്ക് ഒരു ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഇതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തോന്നിക്കുന്ന പോലെ അല്ലെ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ രഹാ ഥാ. സാഹില് ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി. അവർ ബേല സാഹിൽ കാ, ബേല സാഹിലിന്റെ. അപ്പൊ കുറച്ചു സമയം അവര് വേറൊന്നും പറയാതെ ഈ റിപ്പോർട്ട് കാർഡില് ഇത്ര മാർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് ആ കുറച്ചു സമയത്തേക്ക് നമ്മളുടെ വിഷമം ഒന്ന് മാറ്റിവെച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ കേട്ടോ. आज आखिरी बारी वे एक दूसरे की कोई चीज को छू कर देख रहे थे. തൊടുക, ചുക്കർ തൊടുക. അതായത് അവസാനമായി അവർക്ക് രണ്ടുപേരും കൈമാറിയിരുന്ന ഒരു സാധനത്തിൽ എന്തോ അവർക്ക് വേണ്ടുന്ന ഒരു സാധനത്തിൽ അവസാനമായി അവർ രണ്ടാളും തൊടുന്നു. അവരുടെ റിപ്പോർട്ട് കാർഡ്. ആ റിപ്പോർട്ട് കാർഡിൽ തൊട്ട് കഴിഞ്ഞാൽ
രണ്ടുപേരും ഇനി ഇങ്ങനെ ഇതുവരെ എന്തായിരുന്നു, അവരൊരുമിച്ചിരിക്കും, ഒരുമിച്ച് പോകും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അവര് പഠിക്കുന്ന പുസ്തകങ്ങൾ ബുക്ക് രണ്ടുപേരും ഒരുമിച്ച് പഠിക്കും, ആ ബുക്കും എല്ലാം അവരുടെ ഒരുമയെ അവരുടെ ആ സ്നേഹം പങ്കുവെക്കലിനെ നമുക്ക് കാണിക്കും. അവരുടെ സ്നേഹം ഇതുവരെ പങ്കുവെച്ച് പോയതാണ് അല്ലെ. ആ സ്നേഹം ഇനി പങ്കുവെക്കില്ല. അവരിനി ഒരിക്കലും പരസ്പരം ഒന്നും വാങ്ങുകയോ കൊടുക്കുകയോ പങ്കുവെക്കുകയോ ഇല്ല എന്നുകൂടി വളരെ വേദനയോടെ കാണിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണിത്. വളരെ ഹൃദയസ്പർശിയാണ് ഈ സംഭവം, ഈ റിപ്പോർട്ട് കാണും. തുമാരി ആങ്ക് മേം ആംസു ക്യോ ആ രഹേ, തുമാരി ആങ്ക് മേം ആംസു ക്യോ ആ രഹേ ഹേ ബേല. എന്തിനാണ് ബേല നിന്റെ കണ്ണു നിറയുന്നത്, നീ കരയുന്നത് എന്തിനാണ് ബേല? സാഹിലിന് ദുഃഖമില്ലാതെ പോലെ സാഹിൽ ബേലയോട് ചോദിക്കുന്നു. ബേലയേക്കാൾ ഒരു പക്ഷേ ദുഃഖം സാഹിലിനായിരിക്കും. പക്ഷെ എന്നാലും ചോദിക്കും, എന്താ ബേല നിന്റെ കണ്ണു നിറയുന്നത്, അതിന് എന്തിനെങ്ങനെ കണ്ണു നിറയുന്നത് പോലെ തോന്നുന്നത്? എനിക്കെങ്ങനെ അറിയാം എന്തിനാന്ന്? എനിക്കറിയുന്നില്ല, അറിയില്ല. അതൊക്കെ ഒരു വിഷമത്തിന്റെ വേദനയുടെ മറ്റൊരു ഒരു സ്റ്റെപ്പാണത്. നമ്മൾ വേദന മറക്കാൻ ചെയ്യുന്ന പ്രവൃത്തികളാണത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ബേലാനെ ഡബ് ഡബായി ആങ്കോം സെ ഹസ്തേ ഹുയേ കഹ. അതായത് ബേല വേഗം അയ്യനൊക്കെ തുറച്ചിട്ട് ഒന്നുമില്ല നിൽക്കണം. साहिल की आंखों भीर बहूडी की तरह लाल होने लगी थी. സാഹിലിനാണോ വിഷമമില്ലാത്തത്? സാഹിലിന്റെ കണ്ണൊക്കെ അത് പറയുമ്പോഴേക്കും ചുവന്ന് തുടിച്ചു. അവിടെയും നിങ്ങൾ കാണേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ ബീരബഹുടി ഇവരുടെ പ്രഥമ മിത്രമാണ് ബീരബഹുടി അല്ലെ. ഈ ബീരബഹുടിയെയും ഈ മഴയെയും ഈ മേഘത്തെയും ഒക്കെ ഈ കൊച്ചു കൂട്ടുകാരുടെ കണ്ണിൽ കാണാൻ കഴിയുന്നു. സാൽ അജ്മേർ ബേജ് ദേങ്കെ, ഞാൻ അജ്മേറിലാണ്. എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒന്നും പഠിക്കണ്ട, അജ്മേറിലാണ് എന്നെ ചേർക്കുന്നത്. വഹാം ഏക് ഹോസ്റ്റൽ ഹെ, അവിടെ ഹോസ്റ്റലാണത്രേ, വീട്ടിലും കൂടെയല്ല. ഘർ മേ ദൂർ കഹാം അഖേല രഹൂംഗ, ഒറ്റയ്ക്കാണ് ഹോസ്റ്റലിൽ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ദൂര സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന കുട്ടികളൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ, അവിടെ ഒറ്റപ്പെട്ടിട്ടില്ലേ ഉണ്ടാവും. അവിടെ ഗർസെ ദൂർ വഹാം അഖേല രഹൂംഗ. ക്യോം സാഹിൽ, അതെന്താ സാഹില് അങ്ങനെ? നിന്റെ അച്ഛൻ എന്താ നിന്നെ അങ്ങനെ അജ്മീറിലെല്ലാം കൊണ്ട് തീർക്കുന്നത്? ഇവിടെ ഒന്നും സ്കൂളിലെ പതാനഹിക്കും, എനിക്കറിയില്ല എന്താന്ന്. അത് അച്ഛനോട് തന്നെ നീ ചോദിക്കണം. അത് പറയുന്നതൊക്കെ ഒരു ഒരു നിസ്സഹായാവസ്ഥയോടെയാണ് പറയുന്നത്. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे, तुम यानी कि अब तुम फुलेरा में ही नहीं रहोगे. അപ്പോ ഇനി ഇവിടെ ഒന്നും കാണൂല അല്ലേ നിന്നെ, ഇനി ഇവിടെ ഒന്നും നിന്നെ കാണൂല അല്ലേ, ഇനി നമ്മള് കാണൂല അല്ലേ, ഇത് നമ്മള് അവസാനമായി കാണുന്നതാണല്ലേ. നമുക്ക് അവിടെ കഹാനികാർ പ്രകൃതിയെയും മനുഷ്യനെയും അവിടെയും ഒരു ചരട് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. പ്രകൃതിയിലുള്ള എല്ലാ ഭാവങ്ങളും ഈ കൊച്ചു കൂട്ടുകാരുടെ ഈ കുഞ്ഞു കൂട്ടുകാരുടെ കണ്ണുകളിലും ഭാവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. കഹാനികാർ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും കാണുന്നു. അവിടെ ഇതിന്റെ ആദ്യ ഭാഗം തൊട്ട് തുടങ്ങുമ്പോഴും ആദ്യ ഭാഗത്തിൽ തന്നെയും ബീർബഹുഡിയായിരുന്നു ഇവരുടെ കൂടെ. ഇപ്പോൾ അവസാനിക്കുമ്പോഴും അതിന്റെ ലാലുരംഗും ബീർബഹുഡിയും പ്രത്യേകം കാണാൻ നമുക്ക് കഴിയുന്നു. साहिल की आंखों बीर बहूडी की तरह लाल होने लगी थी. अब उनमें बारिश की बूंदों सा पानी भर गया था. അവിടെ മഴത്തുള്ളികളെ പോലെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിഞ്ഞു വരുന്നു. ബേല കഹനെ ലഗി മേം ചിട്ടാവും അബ് തുമേ, ഞാൻ നിന്റെ ദേഷ്യം. ഇതൊക്കെ കാണുമ്പോൾ ബേലയ്ക്കും സങ്കടം വരുന്നു, കണ്ണു നിറയുന്നു, സാഹിലിനും കണ്ണു നിറയുന്നു. എങ്കിലും ഒന്നുമില്ല എന്നില്ല ഭാവം നടിച്ച് ബേല ചോദിക്കുകയാണ്, സാഹിൽ ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ, ഒന്ന് അവസാനമായി. ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയും കളിക്കുകയൊന്നുമില്ലല്ലോ, ഒന്ന് അവസാനമായി നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിക്കട്ടെ. ബേല കഹനയിലേക്ക് മേം ചിട്ടാവും അബ് തുമ്മേ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. രോനെ സൂരത്ത് സാഹിൽ, രോനെ സൂരത്ത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് അവള്
ആ വേദനയിലും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചെയ്യുന്നു. ശ്രമിക്കാൻ പറ്റില്ല, ശ്രമിക്കുന്നതല്ല, ദേഷ്യം പിടിപ്പിക്കുന്നത് പോലെ കളിക്കുന്നു. ബാരിഷും ആനേമേം ടേഡ് മഹീന ബാക്കി ഹേ. ശരിക്ക് അവിടെ ആ പ്രദേശത്ത് മഴ വരാൻ 1.5 മാസം ബാക്കിയുണ്ട്. ടേഡ് 1.5 മാസം ബാക്കിയുണ്ട് മഴക്കാലം എത്താൻ. പക്ഷേ ഇന്ന് ഒരു മഴയ്ക്ക് മുമ്പേ മഴ പെയ്തതായിട്ട് തോന്നുന്നു. അവിടെയും മഴയാണല്ലേ. നമ്മുടെ പ്യാറ്, നമ്മുടെ സ്നേഹം, അതിനിടയിലും ഇപ്പൊ വന്നിരിക്കുന്നത് മഴയല്ലേ. മഴയ്ക്ക് മുമ്പേ ഒരു മഴ വന്ന പോലെ ശരിക്കും അവിടെ മഴ വരാൻ 1.5 മാസം ബാക്കിയുണ്ട്. പക്ഷേ ഇന്ന് മഴയ്ക്ക് മുമ്പേ ഒരു മഴക്കാലം വന്നതുപോലെ ആസ്മാൻ മേ ഘടായെ ഖിരീത്തി, ആകാശം മേഘാവൃതമായി, ഘൂൽബരി തേജ് ഹവായും ചൽ രഹി തി. പൊടി നിറഞ്ഞ കാറ്റ്. സാധാരണ എന്ത് കാറ്റാണ് നമ്മൾ ആദ്യം? ഏത് കാറ്റിനെയാണ് കണ്ടത്? ഏത് ഹവായ കാണത്? ആ ഇളം കാറ്റിനെയാണ് നമ്മൾ കണ്ടത് ആദ്യം, അല്ലെ? അത് നമ്മളെ തലോടുന്ന ഒരു കാറ്റിനെയാണ് നമ്മൾ കണ്ടത്, അല്ലെ? ഇവിടെയോ ഘൂല്. ഘൂൽ എന്ന് പറയുമ്പോ പൊടി നിറഞ്ഞ, പൊടിപടല നിറഞ്ഞ, ഘൂൽബരി തേജ് ഹവായും, അതായത് പൊടി പരത്തുന്ന ആ ഒരു ശക്തിയായ ഒരു കൊടുങ്കാറ്റ് പോലെ മണലൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന, അത് അവിടെയുള്ള ഒരു മനസ്സിന്റെ ഒരു ഭാവത്തെ, മനസ്സിന്റെ അതിയായ ദുഃഖത്തെ ആണ് അത് കാണിക്കുന്നത്. പാനി ബരസ് രഹാ ഥാ, ഫുലേര കസ്ബേ കി ബാദൽ ഛായി, ഏക് ഗലി മേം 5 ഫീം സെ ചടി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി തി. അതിലൂടെ ആകെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ കണ്ടത്. ഒരു കൊടുങ്കാറ്റിന്റെ രൂപത്തിലുള്ള ഒരു മണ്ണൊക്കെ അടിച്ച് പൊടിയൊക്കെ പരത്തുന്ന ഒരു കാറ്റും ഒരു കാലാവസ്ഥയും ഒക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു നല്ല ഒരു അന്തരീക്ഷമല്ല നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഏക് ഗലി മേം 5 ഫീം ചടി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി തി. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന രണ്ട് കുട്ടികളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവര് 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന 2 കുട്ടികൾ 2 ഭാഗത്തേക്കായി പോകുന്നു. വളരെ വേദനയോടെ, മൂകതയോടെ പോകുന്നു, സങ്കടത്തോടെ പോകുന്നു, വിഷമത്തോടെ പോകുന്നു. ഉസ്കെ ഭൂരേ ഭാൽ ഭീർ ബഹുഡിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധത്തെ. അതിൽ പെൺകുട്ടിയുടെ തവിട്ട് നിറമുള്ള ഭൂരേ പാൽ തവിട്ട് നിറമുള്ള ആ മുടി, ലാൽ ആദ്യം സാഹിൽ ചോദിക്കുന്നുണ്ട്, അല്ലെ? ആദ്യം സാഹിൽ ചോദിക്കുന്നില്ലേ, ബീർ ബഹുഡിയുടെ റിബൺ പോലെയുള്ള ബേല നിന്റെ മുടിയെന്ന്. ഈ കഹാനി തുടങ്ങുമ്പോ ആദ്യം തന്നെ നമ്മളെ പറഞ്ഞിട്ടുണ്ട്, ബീർ ബഹുഡിയുടെ ലാല് രംഗിനോട് സാഹിൽ സാമ്യപ്പെടുത്തിയിട്ടുണ്ട് ബേലയുടെ ചുവന്ന റിബണിനെ എന്ന്. ആ ലാല് രംഗ് റിബണും ബീർ ബഹുഡിയുടെ ലാല് രംഗും ഒരുപോലെയാണെന്ന് അവിടെ സാഹിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വീണ്ടും ഇവിടെയും പറയുന്നത്. ഉസ്കെ ഭൂരേ ബാല് ബീർ ബഹുഡിയോ കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധത്തെ. ബീർ ബഹുഡിയുടെ ആ ലാല് രംഗ് റിബൺ കൊണ്ട് അവളുടെ തവിട്ട് കളറുള്ള മുടി കെട്ടിവച്ചിരിക്കുന്നു. दूसरी दिशा को जाती एक गली में 5वीं से चढ़ी में गया एक 11 साल का लड़का जा रहा था. उसके भूरे बाल बीर बहूडियों के रंग के लाल रिबन से बांध. അവളുടെ തവിട്ട് കളറുള്ള ആ മുടി ബീർ ബഹൂഡിയുടെ ലാൽ കളറുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതായത് ചുവന്ന കളറുള്ള റിബൺ കൊണ്ട് ആ തവിട്ട് മുടി കെട്ടിയിട്ടുണ്ട്. ആ തവിട്ട് മുടിക്കാരി एक गली में 5वीं से चढ़ी में गया एक 11 साल का लड़का जा रहा था. ആ തവിട്ട് മുടിക്കാരി ഒരു ഭാഗത്തെ പോകുന്നു, മറുഭാഗത്തെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന മറ്റൊരു ആൺകുട്ടി മറുദിശയിലേക്ക് പോകുന്നു. इसके पिंडली में बीर बहूडी के रंग का सा 1 इंच लंबा चोट का निशान था. അവിടെയും ബീർ ബഹൂഡിയുടെ കളറുള്ള 1 ഇഞ്ച് കുഴിയുള്ള മുറിവുമായി
വീരബഹുടിയുടെ കളറുള്ള 1 ഇഞ്ച് ആഴമുള്ള മുറിവുമായി ആ 6ാം ക്ലാസ്സുകാരൻ മറ്റൊരു വശത്തേക്ക് പോകുന്നു. ഇവിടെ രണ്ടിടത്തും വീരബഹുടിയാണ്, അതിന്റെ ലാൽ രംഗിനെയാണ് രണ്ടുപേരെയും കൂടി ബന്ധിക്കുന്നത്. ഒരാളുടെ റിബണിന്റെ കളർ, മറ്റൊരാളുടെ കാലിന്റെ മുറിവിന്റെ കളർ. അങ്ങനെയുള്ള ഈ അപ്പോഴും കഹാനിക്കാർ അവസാനവും അവരെ സ്നേഹം കൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടത് ഒന്ന്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. നമ്മുടെ പാഠം ഇവിടെ തീരും. എങ്ങനെയുണ്ട് നമ്മുടെ കഹാനി? എങ്ങനെയുണ്ട് നമ്മുടെ കഥ? നല്ല പാഠമല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, അതായത് 5ാം ക്ലാസ് 6ാം ക്ലാസ് ബാല്യകാലത്തിലേക്ക് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് പോയില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആജ് ഹം സമാപ്ത് ഹുയി. ഇനി ഇന്ന് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിച്ചു. അടുത്ത പാഠവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഫിർ മിലേംഗി. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത പാഠം കാണാൻ കഴിയും.